ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ പറയാനായിട്ട് പോകുന്നത് ഈ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടാനുണ്ടായ ഒരു സംഭവം, ഒരു കുടുംബ പ്രശ്നമാണ്. അപ്പോൾ അതിനെ ഒരുപാട് പേര് അതിന് ഞാനും ആ സമയത്ത് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. രണ്ട് ഭാഗവും പറയും. വേറെ ആരുമല്ല, നമ്മുടെ പ്രവീൺ, മൃദുല, പ്രണവ്, അവരുടെ അച്ഛനും അമ്മയും. ആ ഒരു പ്രശ്നമാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ആദ്യമൊക്കെ എനിക്ക് എല്ലാവരും റിയാക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യാൻ തോന്നിയിരുന്നു. എസ്പെഷ്യലി പ്രവീണിനും മൃദുലയ്ക്കും സപ്പോർട്ടീവായി തന്നെ. ഇപ്പോഴും അവരുടെ ഭാഗത്തുള്ള ന്യായം പറഞ്ഞു തന്നെ തുടങ്ങുന്നത്. അവരുടെ ഭാഗത്ത് തെറ്റുകളായിട്ട് പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ ഇപ്പോഴും ഇല്ല. പക്ഷേ കുറച്ച് പേരിപ്പോഴും ഒന്നില്ലെങ്കിൽ പ്രവീൺ മൃദുലയുടെ ഭാഗത്ത് അങ്ങോട്ട് ഇതായി നിന്നുകൊണ്ട് അവരെ മൊത്തത്തിൽ ഈ യൂട്യൂബിലെ കമൻസിലൂടെ ഭയങ്കരമായിട്ട് കുറ്റങ്ങൾ ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി പറയുക. അങ്ങനെ അതുപോലെ തന്നെ ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് വേറെ ആരെങ്കിലും വീഡിയോ ചെയ്താൽ, അതായത് പ്രവീൺ മൃദുലയുടെ അടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് വേറെ ആരെങ്കിലും വീഡിയോ ചെയ്താൽ ഓൺ ദ സ്പോട്ടിൽ കൊച്ചുവിനും അമ്മയ്ക്കും അച്ഛനും ചേർന്ന് ഈ നമ്മുടെ പ്രവീണിനും മൃദുലയ്ക്കും എതിരെ ഭയങ്കര ശരിയാണ്, അവർ പ്ലാൻഡാണ്, ശരിക്കും മൃദുല ശരിക്കും ഒരു ഇതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറയണ ഒരു കാര്യമുള്ളൂ, ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങളാണ് ആണല്ലോ. സ്വാഭാവികമായിട്ടും മിക്ക കുടുംബത്തും, ചില കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ചില കുടുംബങ്ങളിലില്ല. ഇല്ലാണ്ട് സേഫായിട്ട് ചിലപ്പോൾ ഉടനെ തന്നെ മാറി താമസിക്കുന്നവരുണ്ട്, ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നവരുണ്ട്. ഈ പഴയകാല ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന ആൾക്കാരുടെ അടുത്ത് ഒട്ടും നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇപ്പം പ്രവീണിൻ്റെ അച്ഛനും അമ്മേനെയും കരിവാരി തേക്കാനോ അങ്ങനെയൊന്നുമല്ല വീഡിയോ ചെയ്യുന്നത്. കാരണം നമുക്ക് അവരിപ്പോൾ അങ്ങനെ പെരുമാറി എന്ന് വെച്ചാൽ അവർ ഭൂലോക ക്രൂരരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ കുടുംബത്തിലെ പണി, ഇപ്പം ഞാൻ ആ ഒരു പ്രശ്നത്തെ ഞാൻ വിലയിരുത്തുന്നത് അന്നത്തെ ആ ഇൻസിഡൻറ്റ് അവർ കെട്ടിച്ചമച്ചതാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും ആർക്കും ഇതൊക്കെ എന്താണ് ഇത് ഒരു എന്താ പറയുക, ഒരു സാമൂഹ്യ ബോധമുള്ള ആൾക്കാർ വിചാരിക്കുക പല കാര്യങ്ങളും പറയുമ്പോൾ അവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ്, അത് അവരും പറയുന്നുണ്ട്, വീട്ടുകാരും പറയുന്നുണ്ട്. അതുപോലെ ഈ മൃദുലയും പ്രവീണും പ്ലാൻ ചെയ്ത് യൂട്യൂബ് ചാനൽ തട്ടിയെടുക്കാനും വീടെടുക്കാനും അങ്ങനെയൊന്നുമല്ല. സിറ്റുവേഷൻ മൂലമാണ് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ആർക്കും ഭയങ്കര ശത്രുതയായി നിന്നുകൊണ്ട് ഇത്രയും സ്നേഹത്തിൽ ആർക്കും അഭിനയിക്കാൻ സാധിക്കില്ല. കാരണം ഞാൻ മുന്നൊരു വീഡിയോ പറഞ്ഞിരുന്നു, എൻ്റെ ഭർത്തൃ കുടുംബത്തിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഞാൻ ഏറ്റവും ഇളയാളുടെ ഭാര്യയാണ്. ഇവിടെ ഇഷ്ടം പോലെ രീതിയിൽ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും എതിർത്ത് നിന്നിട്ട് മാറി താമസിച്ചുകൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. ഹസ്ബൻഡും അങ്ങോട്ടും അവരുടെയും സപ്പോർട്ട് ചെയ്യും, എൻ്റെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെ. അപ്പം വഴക്കുകൾ സ്വാഭാവികമാണ്. അപ്പോൾ എനിക്കും മനസ്സിലാകും, സാധാരണ നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഇപ്പോൾ ആ കുടുംബത്തിൽ ഇപ്പോൾ സ്വാഭാവിക രീതിയിൽ വന്നേക്കാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ അച്ഛനും അമ്മയുടെ ജനറേഷനല്ല പ്രവീണും മൃദുലയും കൊച്ചുമൊക്കെ. അപ്പോൾ അവർ നല്ല കൂട്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ എനിക്കറിയില്ല, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന വളരെ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. ഇപ്പോൾ പ്രവീണിൻ്റെ അമ്മയ്ക്ക് ഒരു അധികം പ്രായമൊന്നും ഉള്ളതായിട്ട് ഒരു 43, 42, 43 എങ്ങാണ്ടൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും എന്താ പറയുക, ആ ചേച്ചി എന്നെക്കാളൊക്കെ മൂത്താണല്ലോ. അപ്പോൾ ആ പുള്ളിക്കാരത്തിക്ക് ഒരു പഴയ മെൻറ്റാലിറ്റിയും കൂടെ വരാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 45, 50 വരെയുള്ള ആൾക്കാർ പഴയ ജനറേഷൻ പോലെയല്ല. കുറച്ച് പേരെങ്കിലും ഇപ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. നമ്മളെക്കാളും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ്, ഞാനല്ല, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനേക്കാളും ചെറിയ മീൻസ് യങ് ആയിട്ട് മെൻറ്റാലിറ്റി ആയിട്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ മനസ്സിലാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുക, പഴയകാല മരുമകൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ കുറേ പേർക്കെങ്കിലും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചേച്ചിയുടെ കാര്യം പറഞ്ഞ പേരൊന്നും എനിക്കറിയില്ല, എന്തുവാട്ടെ, പുള്ളിക്കാരത്തി ഒരു പഴയ മെൻറ്റാലിറ്റി തുടരുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികളാണ് ഇവർ, പിള്ളേരാണ് ഇവരെയും വന്നിട്ട് അടിച്ചു പൊളിക്കുക, ചിലപ്പോൾ
അടുക്കളയിൽ എനിക്കറിയില്ല അതൊന്നും. അത് നമുക്ക് തികച്ചും അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പം മൃദുല സഹായിക്കാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, സഹായിക്കാൻ ചെന്നിട്ടുള്ള അമ്മ തന്നെ എല്ലാ പണിയും, അങ്ങനെയൊന്നും ആയിരിക്കില്ല. മൃദുലേനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരാളെ ഒരു വീഡിയോയിലൂടെ നമുക്ക് മാത്രമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടാൻ, നമുക്ക് പറയാൻ, ഒരാളെ അളക്കാൻ നമുക്ക് പറ്റില്ല, ഒരാളുടെ മെൻറ്റാലിറ്റി പറ്റില്ല. പക്ഷെ നമ്മൾ ആ വീഡിയോസിലൂടെ കണ്ടതിലൂടെ ഞാൻ പറയുകയാണ്. ഞാൻ ഒരുപാട് വീഡിയോസൊന്നും അവരുടെ കാണാറില്ല. ഒരിടയ്ക്കാണ് ഞാൻ ഇവരുടെ ഡാൻസ് ഷോർട്സേ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ഇവരുടെ ഷോർട്സുകളൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കൂട്ടോ, ഈ ചെക്കന്മാർ രണ്ടുപേരും എന്താ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നത്. പിന്നെ ഇവരുടെ കുറേ വീഡിയോസ് എടുത്ത് നോക്കും. പിന്നെ മൃദുല ഒരു പെണ്ണ്, അപ്പോൾ ഇവർ സ്നേഹമായതൊന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ കല്യാണം കഴിക്കണതിൻ്റെ സമയത്തെങ്ങാണ്ടാന്ന് തോന്നുന്നില്ലേ ഈ കുട്ടീനെ മൃദുലേനെ കണ്ടു തുടങ്ങി തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് മൃദുലയായിട്ടുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസ് ഞാൻ കണ്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ പഴയതും ഇട്ടിരുന്നു പണ്ട് ഇവർ സ്നേഹിച്ച് നടന്നപ്പോൾ. അപ്പോൾ ഈ മൃദുലയും പ്രവീണും ഒക്കെ ആയിട്ടുള്ള പുതുപ്പെണ്ണ് എന്നുള്ള രീതിയിലുള്ള വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ആശ്ചര്യം, നമുക്ക് കണ്ടിരിക്കാൻ നല്ല ചേർച്ചയുണ്ടല്ലോ, അവർ തമ്മിൽ നല്ലൊരു ചേർച്ചയുണ്ടല്ലോ. പിന്നെ ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിക്ക് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. മൃദുലയുടെ ഒരു ചിരിയും കളിയും പെരുമാറ്റമൊക്കെ വളരെ, നമുക്കൊരാളെ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം നിന്നുകൊണ്ട് നമുക്കൊരാളെ പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് പ്രേക്ഷകർക്കായ വ്യൂവേഴ്സ് നമുക്കത് നല്ലതായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഇട തൊട്ടാണ് ഞാൻ ഇവരുടെ വീഡിയോസ് കണ്ടു തുടങ്ങി. ആ പ്രഗ്നൻസി റിവീലിങ്, അതുപോലെ തന്നെ അമ്മയച്ഛൻ്റെ ലവ് സ്റ്റോറി, പിന്നെ ഇവരുടെ ഇവരിങ്ങനെ കുറേ ചലഞ്ചുകൾ, അങ്ങനെയൊക്കെ വേഷം മാറുക, അങ്ങനത്തെ കുറച്ച് വീഡിയോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാം കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യാറില്ല. അപ്പോൾ അതിലൊന്നുകൊണ്ട് നോക്കുമ്പോൾ എനിക്ക് എസ്പെഷ്യലി ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അമ്മ ഭയങ്കര ക്ലോസ് ആയിട്ടൊന്നും എനിക്കങ്ങനെ തോന്നാറില്ല. അതായത് അമ്മ സാധാരണ നമ്മളിപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്ത് സ്നേഹം വാരിക്കോരി മകളെ അങ്ങനെയൊന്നും വിളിച്ച് കാണിക്കണം എന്നൊന്നുമില്ല. കാണിച്ചത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. ചിലവർ സ്നേഹം ഉണ്ടായിട്ടായിരിക്കും കാണിക്കുന്നത്. ചിലവരത് കുറച്ചും കൂടെ ഇതിരിക്കട്ടെ എന്നോർത്ത് കാണിക്കുന്നവരുണ്ടാവും. ചിലവർ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും, പുറമെ അങ്ങനെ അധികം കാണിക്കാത്തവരുണ്ടാവും. പക്ഷേ ഇവർ തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒന്നും തോന്നാറില്ല. അതായത് ഇപ്പം അമ്മായിയമ്മ മരുമകൾ ഭയങ്കര സ്നേഹപ്രകടനങ്ങളായിട്ടൊന്നും തോന്നാറില്ല. പക്ഷെ എന്ന് വെച്ചാൽ അവർക്ക് സ്നേഹമില്ല എന്നല്ല, പക്ഷെ അവർ തമ്മിലൊരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് അപ്പോഴും തോന്നിയിട്ടില്ല. മൃദുല എപ്പോഴും ഇവരുടെ കൂടെ നടക്കുന്നതായിട്ട്. അപ്പോൾ ചിലപ്പോൾ ആ അമ്മ ചിലപ്പോൾ അകൽച്ച കാണിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഇവർക്ക് ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ശരിക്കും ഫീൽ ചെയ്യുന്നതുകൊണ്ട് മൃദുലയ്ക്കും അങ്ങോട്ട് അധികം ഇതാക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു പക്ഷേ മൃദുല അധികം വീട്ടുപണിയൊക്കെ എടുക്കാത്തൊരു കുട്ടിയായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അടുക്കളയിൽ അതായത് ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾക്ക് പുതുപ്പെണ്ണായിട്ട് കയറി ചെന്നാണ് അത്യാവശ്യം കുക്കിംഗ് അറിയാമായിരിക്കും. ഇനി അറിയില്ലെങ്കിൽ അത് ചെയ്യാൻ സന്നദ്ധരായിരിക്കാം, ഇഷ്ടമുണ്ടാവും ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ. എന്നെ സംബന്ധിച്ചൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ മൃദുല എങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, ആയിരിക്കാം അല്ലായിരിക്കാം. പണിയൊക്കെ അത്യാവശ്യം ചെയ്യണം എന്നല്ലാതെ ഒരു പെണ്ണ് ഒരു കുടുംബത്തിൽ വന്നോ ഞാൻ ഒന്നും ചെയ്യില്ല അങ്ങനെ ആരും വിചാരിക്കുന്നു എനിക്ക് തോന്നണില്ല. 100-ൽ 10 പേര് വിചാരിക്കുമായിരിക്കും. പക്ഷേ ആ അമ്മയുടെ അധികാര പരിധിയിൽ അമ്മ അടുക്കളയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത് ഇഷ്ടപ്പെടൂ, ഞാൻ കറി വെച്ച് ഇഷ്ടപ്പെടൂ, എനിക്ക് അതൊക്കെ എടുക്കാവോ, എന്തോരം എടുക്കണം, അമ്മ ചീത്ത പറയുമോ, അമ്മ വിളിക്കുമോ, ആ അമ്മോട് ചോദിച്ചിട്ടായിരിക്കും എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ ആ അടുക്കളയിലുള്ള അധികാരം നീ ഉണ്ടായിക്കോട്ടെ, നീ നാളെ തൊട്ട് എല്ലാം നോക്കിയേക്കണം എന്ന് പറഞ്ഞാൽ ആരും അധികാരം കൊടുത്തിട്ടില്ല. അപ്പോൾ അമ്മയുടെ ഒരു ഇതിൽ തന്നെയായിരിക്കും അടുക്കള പോകുന്നത്. അപ്പോൾ അവർക്ക് അധികം ഒരു പരിധി ഉണ്ടാവും അടുക്കളയിൽ ചെയ്യാൻ. അപ്പോൾ ആ അമ്മ തന്നെ ചിലപ്പോൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടാവും, നീ അത്രയൊക്കെ ചെയ്താൽ മതി അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ അതും മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി അടുക്കളയിൽ ചെയ്യണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം, ചെയ്തിട്ടില്ല എന്ന് കുറേ പേര് പറഞ്ഞുകൊണ്ടാണ്. ചെയ്തിട്ടുണ്ടാവും എന്ന് വെച്ചാൽ അമ്മയച്ഛനും ഈ മൃദുല വന്നേ പിന്നെ പ്രവീണിൻ്റെ കാര്യത്തിൽ അധികം അങ്ങോട്ട് ഇൻവോൾവ്ഡ് ആകാറില്ല. മൃദുല വന്നല്ലോ എന്ന് പറയാറുണ്ടെന്നായിട്ട് മൃദുല പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവാം, നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അവരുടെ പ്രായമാണ്, അവർ എത്രയോ 24 അത്രയൊക്കെയല്ലേ ഉള്ളൂ, അവരുടെ ഒരു പ്രായമാണത്. അപ്പോൾ ആ ഒരു പ്രായത്തിൻ്റെ ഒരു 23-24 കണ്ടേ ഉള്ളൂല്ലോ. ആ ഒരു അവരുടെ പ്രായത്തിൻ്റേതായ ആ ഒരു ഡ്രസ്സിങ്ങും എല്ലാ കാര്യങ്ങളും അവർക്ക് വേണം, എൻജോയ്മെൻറ്റും. ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്കൊരു ആൺമകനല്ല, എനിക്കൊരു മകളാണുള്ളത്. പക്ഷെ ഞാൻ ഇപ്പോൾ കുറച്ചും കൂടെ, ഇപ്പം എൻ്റെ മകൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ 24 വയസ്സിൻ്റെ എൻഡിങ്ങിലാണ് കല്യാണം കഴിച്ചത്. 25 വയസ്സിൻ്റെ തുടക്കത്തിൽ. ആ 25 വയസ്സിൽ തന്നെ എൻ്റെ മകളുണ്ടായി.
എന്നാലും ഒരു നല്ല പ്രായത്തിൽ തന്നെയാണ് കല്യാണം ചെയ്യുക. അതായത് ഒരുപാട് വൈകിയല്ല, ഒരുപാട് നേരത്തെയല്ല. പക്ഷേ എത്രയൊക്കെ നേരത്തെ കല്യാണം കഴിച്ചാൽ അപ് ടു +2 വരെയുള്ള ഒരു കുട്ടിയെ ഉണ്ടാവാനുള്ള ഒരു പ്രായമാണ് എനിക്കുള്ളത്. അതിനപ്പുറം ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടി ഉണ്ടാവണമായിരുന്നെങ്കിൽ എനിക്കറിയില്ല. ചിലപ്പോൾ 18 വയസ്സിലെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഉണ്ടായേനെ. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഞാനിങ്ങനെ പറയുമ്പോൾ എൻ്റെ നാളെ ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു അമ്മായിയമ്മയാവുകയാണ്. എനിക്കൊരു മകനാണുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഭരണമല്ല. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ, എനിക്ക് പ്രായമുണ്ട്, പിന്നെ നീ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഈ വീട്ടിൽ ഒരു സ്ത്രീ, ഒരു കുടുംബത്തിൽ സ്ത്രീ എന്നല്ല പറയുന്നത്, എങ്കിലും ഒരു അമ്മയെ സഹായിക്കുക, അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ അറിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് പ്രായമായി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയും, മോൾ ഇത്രയും കൂടി ചെയ്യുക. അല്ലെങ്കിൽ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. അവരൊരു ഇതിലങ്ങോട്ട് പൊക്കോളും. പിന്നെ അവർ പോകുന്ന വഴിയല്ല, അവരതിന് പോകണം, ഇതിന് പോകണം, ഷോർട്ട്സ് ഡ്രസ്സ് ഇടുന്നു, ജീൻസ് ഇടുന്നു, ഇറക്കം കുറഞ്ഞതിടുന്നു, ക്രോപ്പ് ടോപ്പ് ഇടുന്നു എന്നുള്ളതിനെ നമ്മൾ നോക്കി. പിന്നെ വളരെ വൾഗാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ക്രോപ്പ് ടോപ്പൊക്കെ ഇടാൻ അനുവദിക്കുന്നില്ല, ഇതിവിടെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോസ് കണ്ടു. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി അച്ഛനും അമ്മയാണെങ്കിലും പറയുന്നത് ശരിയല്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പിന്നെ ആ അച്ഛനും അമ്മേനെയും ഞാൻ വളരെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ എനിക്ക് ഒരു 20% ഇവരെ കുറ്റപ്പെടുത്താനൊന്നും പറയാനില്ല, പ്രവീണിനെയും മൃദുലേനെയും. പക്ഷേ ഒരു 20% എന്തെങ്കിലും ഒരു നമുക്ക് പറയാൻ നിൽക്കാം. അവരിപ്പോൾ പബ്ലിക്കിൽ അത് ഇട്ടു എന്നുള്ളതൊക്കെ, പക്ഷെ അവരെടുത്ത് വെച്ചത് നന്നായി. പക്ഷേ അച്ഛനെയും അമ്മേനെയും പറയാനുള്ളത് അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ ഒരു ചിന്താഗതിയാണ് മാറ്റേണ്ടത്. അല്ലെങ്കിൽ പോട്ടെ, നമ്മുടെ മകൻ്റെയോ മരുമകളുടെയോ മകളുടെയോ മരുമകൻ്റെയോ ഒക്കെ ഒരു പരിധിയിൽപ്പെട്ട അവകാശങ്ങളിലേക്ക് നമ്മൾ അധികം ഇടപെടാതിരിക്കുക. അവർ തെറ്റായ വഴിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രം അവരെ കൺട്രോൾ ചെയ്യുക. അതല്ലാതെ അവർ പോസിറ്റീവിലേക്കാണ് പോകുന്നത്. പക്ഷേ ആ ഒരു ചൂസ് ചെയ്യുന്ന വഴി വളരെ അടക്കം ഒതുക്കം ഉള്ളതല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റില്ല. കാരണം പണ്ടത്തെ കാലമല്ല ഇന്നത്തെ കാലം, ജനറേഷനും എല്ലാം ചിന്താഗതിയും ഇതൊക്കെ വ്യത്യാസം. ആ അമ്മ തന്നെ പറയുന്നുണ്ടല്ലോ, എൻ്റെ അമ്മായിമ്മ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കൊച്ചുവിനെ എനിക്ക് പേഴ്സണലായിട്ട് ഇവരെ ആരെയും അറിയൊന്നുമില്ല. ഇപ്പോൾ കൊച്ചുവിൻ്റെ ക്യാരക്ടർ അങ്ങനെയൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ ഇതായിരിക്കാം, ഇപ്പം അവർ ഒന്നും ചെയ്യാറില്ല എന്നുള്ളതൊക്കെ അതവരുടെ പേഴ്സണൽ കാര്യങ്ങൾ. ഞാൻ പറയട്ടെ, സാധാരണ കുടുംബങ്ങളിൽ നടക്കുന്ന വഴക്കാണ്. പക്ഷേ അവിടെ ഒരു തെറ്റ് പറ്റിയത്. സാധാരണ കുടുംബങ്ങളിൽ നടക്കുന്ന ഈ ചെറിയ ഈഗോ ക്ലാഷ് അവിടെ സംഭവിച്ചുള്ളൂ. പക്ഷെ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ കയ്യേറ്റം. അതിപ്പോൾ പ്രവീൺ അച്ഛനെ തല്ലിയൊന്നും നമുക്കറിയില്ല. അവർ തല്ലിയെന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ടെങ്കിലും അതിന് വളരെ ഇതായിട്ട് പറയുന്നില്ല. പക്ഷേ പ്രവീൺ അച്ഛനെ തല്ലി എന്നും പ്രവീണിനെയും ഭാര്യയായ മൃദുലയെയും തല്ലിയെന്നും പറയുന്നുണ്ട്. എത്ര വന്നാലും ഗർഭിണിയായൊരു പെണ്ണിനെ ഗർഭിണിയായൊരു പെണ്ണെന്നല്ല, നമ്മുടെ മകളായാൽ കൂടിയും നമ്മൾ അങ്ങനെ തല്ലാൻ പാടില്ല. മകളായിട്ട് കാണേണ്ടതാണ്. ഒരിക്കലും തല്ലണം എന്നല്ല പറയുന്നത്. മരുമകളെ ഒരിക്കലും അന്യൊരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു കുട്ടിയാണ്. നമ്മുടെ മകളായാലും കല്യാണം കഴിച്ച് പോയാലും ഇല്ലെങ്കിലും നമ്മൾ അധികം ആരെയും ശാരീരിക ഉപദ്രവങ്ങൾ ചെയ്യാൻ ആർക്കും റൈറ്റ്സ് ഇല്ല. എസ്പെഷ്യലി മകൻ്റെ ഭാര്യയും കൂടിയാണ്, ഗർഭിണിയാണ്. നമ്മൾ കൈവെക്കാനോ അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ്, അത് പാടില്ല. പാടില്ല എന്ന് വെച്ചാൽ നമുക്ക് വാഗൊണ്ടും അനാവശ്യങ്ങൾ പറയാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും ഡീസൻറ്റ് മാർഗ്ഗങ്ങളുണ്ട്, കാര്യങ്ങൾ പറയുക, വിളിച്ചിരുത്തി സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിലൂടെ പോവുക എന്നുള്ളതാണ്. ഈ ആക്രോശങ്ങളും ഒച്ചപ്പാടും അല്ലെങ്കിൽ ആ പറയുന്ന രീതിയൊന്നും ആ പഴയകാല പോര് സമ്പ്രദായമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അച്ഛൻ്റെ വർത്തമാനത്തിൽ നിന്നും അതൊന്നും ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടാണോ, നാണോ ഇല്ലേ, അത് പറഞ്ഞത് കുറച്ചൊക്കെ നമ്മൾ കേട്ടല്ലോ, കുറച്ചെങ്കിലും നമ്മൾ കേട്ടു. ഒരിക്കലും നുണ പറയുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മൃദുല പറഞ്ഞത് സത്യമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്കാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പഴയകാല തറവാടെന്നല്ല പറയുന്നത്, പഴയകാല ഒരു കുലസ്ത്രീ പരിവേഷമുള്ള ഒരു ചിന്താഗതി. അതായത് വന്നിരിക്കുന്ന മകൻ്റെ ഭാര്യയായി വന്ന സ്ത്രീ, എന്ത് പ്രശ്നം അവിടെ നടന്നാലും, അതെവിടെയും ഏത് വീട്ടിൽ നടന്നാലും ചില ആൾക്കാരുണ്ട്, വീട്ടിലുള്ളവരാവട്ടെ ബന്ധുക്കളാവട്ടെ അയൽവക്കാരാവട്ടെ, പറയുന്നൊരു കാര്യമാണ്, ആ പെണ്ണ് വന്നതോടുകൂടി അവിടെ കുളം കലങ്ങി, ഇവളാണ് എല്ലാത്തിനും കാരണം. ആ ഒരു വാക്കിലൂടെയാണ് ആരെയും എല്ലാവരും വിലയിരുത്തുന്നത്. ഒരു പെണ്ണ് വന്ന് കയറിയ അവളെ കൊണ്ട് കുടുംബം മുടിഞ്ഞു, അവളാണ് എല്ലാത്തിനും കാരണം, ബാക്കിയെല്ലാവരും യന്ത്രപ്പാവകളാണോ? ഈ പെണ്ണ് കൊടുക്കുന്ന കീയാണോ?
ഒരു പെണ്ണിന് എന്തോരം കഴിയും സ്വയം ചിന്തിക്കുക, ശരിയേതാ തെറ്റേതാന്ന് മനസ്സിലാക്കി 2 മുട്ടൻ ആമക്കൾ വലുതായി നിൽക്കുമ്പോൾ ഒരു പെണ്ണ് കയറി വന്നിട്ടാണോ ഈ കുടുംബം ഉണ്ടാക്കണേ? സ്വയമായിട്ട് തീരുമാനം. പെണ്ണ് പറയുന്നത് എനിവേ ഈ പെണ്ണ് പറയുന്നത് തെറ്റായി, ഈ മൃദുല പറയുന്നത് തെറ്റായിരുന്നു വിചാരിക്കുക, ഗസ് ചെയ്യാം നമ്മൾ. അവർ മൃദുല പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തെറ്റായിരിക്കാം. ഈ പറയുന്ന പ്രവീണ് തെറ്റായ കാര്യം കേട്ടിട്ട് പോയി അതുപോലെ ചെയ്യുന്ന ആളാണോ? പ്രവീണ് ചിന്തിക്കാനുള്ള കഴിവില്ലേ? എൻ്റെ അച്ഛനും അമ്മയാണ് എന്നുള്ള ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഒരു പെണ്ണ് വന്നതിലൂടെ തന്നെ ഈ ഇങ്ങനെ മരപ്പാവ് പോലെ നിന്ന ഒരാണാണോ തെറ്റുകൾ ഉടനെ ബഹളങ്ങൾ ഉണ്ടാക്കാനും? ഒരു പെണ്ണ് കയറി വരുമ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു മകൻ്റെ ഭാര്യയായി, ഒരു ആണിൻ്റെ ഭാര്യയായി ഒരു പെണ്ണ് കയറി വരുമ്പോൾ അവിടെ പല പല മാറ്റങ്ങൾ സംഭവിക്കാം. അമ്മയോടും അച്ഛനോടും ഇതുവരെയുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ കുറേ ഭാഗമെങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കാം, അവരുടെ സ്നേഹങ്ങൾ കാര്യങ്ങൾ. അച്ഛനോടും അമ്മോടും സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അത് തിരിച്ചും അങ്ങനെ തന്നെ ചിന്തിക്കണം. അച്ഛനോടും അമ്മോടും സ്നേഹം കാണിച്ചോട്ടെ. എത്ര വന്നാലും അവരെ പ്രസവിച്ച ജന്മം നൽകിയ മാതാപിതാക്കളാണ്. അവരുടെ അടുത്ത് സ്നേഹപ്രകടനങ്ങൾ കാണിച്ചാലും നമ്മുടെ അടുത്ത് സ്നേഹമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമ്മളും നിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ കൂടുതലും പ്രശ്നം എപ്പോഴും വരുന്നത് പാരൻസിൻ്റെ, ഈ ഒരു ഭർത്തൃ വീട്ടിലെ മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് തന്നെയായിട്ട് കുറേ അനുഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കുറേ പ്രശ്നങ്ങൾ, അതായത് മകൻ പണ്ടത്തെ പോലെ മിണ്ടുന്നില്ല, ഇതാക്കുന്നില്ല, അവൻ്റെ സ്വഭാവം മാറിപ്പോയി, അവൾ വന്ന് കയറിയതോടുകൂടി തലയണ മന്ത്രമാണ്, സഹോദരങ്ങളോട് സ്നേഹവുമില്ല, ഞങ്ങളോട് സ്നേഹവുമില്ല, കുടുംബം നോക്കുന്നില്ല. ചിലപ്പോൾ ആ കുടുംബം മുഴുവൻ നോക്കുന്ന ആ വ്യക്തിയായിരിക്കാം, പക്ഷേ വിലയില്ല. കുറേ അനുഭവങ്ങളും എനിക്കിപ്പോഴും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ പല കൂടപ്പറപ്പുകളുടെ, എൻ്റെ കസിൻസിൻ്റെയൊക്കെ വീടുകളിൽ ഇതുപോലെ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കും അനുഭവമുണ്ട്. ഞാൻ ഇതിനെ മറച്ചു വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരുടെ പലവരുടെ വീട്ടിലും ചിലപ്പോൾ ചെയ്യുന്നത് ഈ കല്യാണം കഴിച്ച മകനായിരിക്കും അവിടെ കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ താഴെയുള്ള ആൾ കല്യാണം കഴിക്കാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ, ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂത്ത ഒരാൾ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി നല്ലവരാക്കും. കല്യാണം കഴിച്ച ആ വീട്ടിൽ താമസിക്കുന്ന മകൻ കൊള്ളില്ലാത്തവനും അവൻ്റെ ഭാര്യ അതിലേറെ കൊള്ളില്ലാത്തവളുമായിരിക്കും. അങ്ങനത്തെ ഒരു ചിന്താഗതിയും മെൻറ്റാലിറ്റിയും പഴയ മെൻറ്റാലിറ്റിയാണ്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും നന്മയോ നമുക്ക് എന്തെങ്കിലും ഗുണമോ ഉണ്ടോ എന്ന് വിചാരിക്കുക. നമ്മുടെ മക്കളിൽ നിന്ന് നമ്മളിപ്പോൾ പൈസയോ ഇതൊന്നും ഓർത്തല്ല നമ്മുടെ മക്കളുടെ കൂടെ നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷേ നമ്മുടെ മക്കളിൽ നിന്ന് നമ്മളെ നോക്കേണ്ടതായ പരിഗണന, നമുക്ക് നൽകുന്ന പരിഗണന, ആ കൺസിഡറേഷൻ നമ്മുടെ പാരൻസ് ആണെന്നുള്ള ഒരു കൺസിഡറേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ പാട്ടിൽ നടക്കുക. ഇപ്പോൾ ഈ പ്രവീണിൻ്റെ അച്ഛനും അമ്മയും നോക്കുമ്പോൾ അവർ ഒരുപാട് വയസ്സായവരല്ല, അവരിപ്പോഴും 50 പോലും ആയിട്ടില്ല അച്ഛന് എന്നുള്ളതാണ് അതിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അമ്മയ്ക്കാണെങ്കിൽ ഇത്രയൊക്കെ ഏജ്, അവർക്ക് അവരുടെ പ്രൈവസിയും ലൈഫും ഉണ്ട്. അവരുടെ അധികാര പരിധിയിലും അവർ ചെയ്യുന്ന ഒരു കാര്യത്തിലും തടസ്സം ചെയ്യാൻ ആരെങ്കിലും വരുന്നുണ്ടോയെന്നോ അങ്ങനെ നോക്കിയാൽ പോരെ. അല്ലെങ്കിൽ അവർ തെറ്റായ വഴിക്കാണ് പോകുന്നതെങ്കിൽ മരുമകൾക്കോ മക്കൾക്കോ ഉപദേശിക്കാം. ഇതുവരെയും അവരാണെങ്കിലും വന്നിരുന്നിട്ട് പറഞ്ഞിട്ടില്ല എന്താണ് ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം എന്ന്. അവർ പറഞ്ഞിട്ടില്ല ആരെ തല്ലി എന്താണ് കാര്യം അവരിതുവരെ പറഞ്ഞിട്ടില്ല. അവരത് കൺവേ ചെയ്യേണ്ട ആവശ്യം അവരുടെ ഭാഗത്തുണ്ട്. അവർ ചെയ്യണമായിരുന്നു. ഒരു സ്ഥലത്തു നിന്ന് അത് പറയുമ്പോൾ അത് പറയേണ്ട അവസ്ഥ വന്നുകൊണ്ടാണ് അവരിട്ടത്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം എത്രയൊക്കെ വന്നാലും ഞാൻ പറഞ്ഞല്ലോ, മൃദുലേനെ നമുക്ക് വീഡിയോസിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതുവരെയും എനിക്കിഷ്ടം തന്നെയാണ് മൃദുലേനെ. ഒരു എന്താ പറയുക, അത്യാവശ്യം ഒരു മോഡേണിറ്റി, അങ്ങനെയല്ല ഒരാളെ നമ്മൾ മോഡേൺ ഡ്രസ്സിൻ്റെ ഇതിലൊന്നും അളക്കുമല്ല, ആവശ്യത്തിന് മോഡേണിറ്റി, ആവശ്യത്തിന് ആ ഒരു ഫാമിലിയോട് ഇഴുകി ചേർന്ന് പോകുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്കറിയില്ല മറ്റുള്ളവരുടെ കണ്ണിൽ എന്താണ് കാണുന്നത്, എൻ്റെ കണ്ണിലല്ല, ആ വീട്ടിലുള്ളവർക്ക് നോക്കിയിട്ട് എന്താണ് തോന്നിയിട്ടുള്ളത് അത് അവർ തുറന്ന് പറയുകയാണെങ്കിൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. തുറന്ന് പറയാമെന്നല്ല, എങ്ങനെയാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായേക്കെന്ന് അവർക്ക് പറയാനൊന്നും ഇല്ലായിരിക്കാം. കാരണം ആ ഒരു അച്ഛൻ പറഞ്ഞതിൽ തന്നെ ഉണ്ട് തെറ്റ്. കാരണം മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ മകനോട് പറയുക, മകൻ്റെ ഭാര്യനെ അതിൽ വലിച്ചഴയ്ക്കുകയോ നീ ഇവിടെ എന്തിനാടി വന്നിരിക്കുന്നേ, നീ എങ്ങനെ കയറി വന്നതാ, ഞാൻ നിൻ്റെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിച്ചിട്ടില്ല, നിൻ്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ട വീടല്ല ഇത്. പഴയകാല സ്ത്രീധന പീഡനം, ഡൊമസ്റ്റിക് വയലൻസ് തന്നെയാണ് ആ ഒരു വാക്കുകളിൽ. ദെക്സാറ്റ് ഒരിക്കലും പാടില്ല അങ്ങനെ പറയാനായിട്ട്. അത് എസ്പെഷ്യലി ഒരു ഗർഭിണിയായ സ്ത്രീയോട് പറയാൻ പാടില്ല. ശരിയാണ്, നിങ്ങൾ അച്ഛനും അമ്മയാണ് ഇത്രയും കാലം അവരെ വളർത്തിയതാണ്, അല്ലെങ്കിൽ പ്രണവാണെങ്കിലും എൻ്റെ ചേട്ടനാണ്, നിങ്ങൾ ഇത്രയും സ്നേഹത്തിലൂടെ വീഡിയോ ഒരു
ഒരു ഒരു 0.1% പോലും നിങ്ങളുടെ കുടുംബത്തിൽ ഒരു തരിമ്പിന് പോലും വഴക്കുണ്ടെന്ന ഒരു മനുഷ്യരും ഇതുവരെ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. ഒരാളും വിശ്വസിക്കാൻ ഒരു ഇട്ട കൊടുക്കണം ഒരു വീഡിയോയും നമുക്ക് കിട്ടിയിട്ടില്ല എന്തെങ്കിലും ഒരു രീതിയിൽ. കാരണം ഈ ഇത്രയും വീഡിയോസ് മറ്റുള്ളവരുടെയൊക്കെ യൂട്യൂബ് ചാനൽ കാണുന്നതിലൂടെ, നിങ്ങളുടെ വീഡിയോസിലൂടെ എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സ്നേഹബന്ധങ്ങളും വീഡിയോസൊക്കെ, ഐ മീൻ സ്നേഹബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അവർ ചേട്ടനും അനിയനും ചേട്ടൻ്റെ വൈഫും അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചുള്ള വീഡിയോസിലൊക്കെ നമുക്ക് ആവശ്യത്തിന് സ്നേഹബന്ധം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ സ്നേഹബന്ധം എനിക്ക് ഈ മക്കൾക്ക് അച്ഛനമ്മമാരോടുള്ളതും അവർ ഈ അമ്മക്കൾ തമ്മിലുള്ള കൂട്ടുകെട്ട്, സ്വന്തം ചേട്ടനും അനിയനുമാണോ ട്വിൻസ് ആണോ എന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ അത് എല്ലാവർക്കും, ഞാൻ അടക്കമുള്ള ഒരുപാട് പേർക്ക് ഷോക്കിംഗ് ആയ ന്യൂസായിരുന്നു. കാരണം ഇത് എന്താണിത് എന്നുള്ളത്. അപ്പോൾ അവർ വീഡിയോ എടുത്തതിനെ പറ്റി കുറേ പേര് പറഞ്ഞു, ഇങ്ങനൊരിത് വരുമ്പോൾ എങ്ങനെയാണ് സ്വന്തം ഭാര്യനെ തല്ലിയിട്ടേക്കുന്നു, അവനും തല്ലുകൊണ്ടിരിക്കുന്നു, എങ്ങനെയാണ് ആ സമയത്ത് വീഡിയോ എടുക്കാൻ നോക്കുന്നത്? അപ്പോൾ അവൻ യൂട്യൂബ് കണ്ടൻറ്റും റീച്ചുമാണ് അവൻ ആഗ്രഹിച്ചിരുന്നത്. വൈഫിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമല്ലേ എന്നാണ് വേണ്ടത്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ തല്ലുകൊണ്ടു എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു ആവശ്യകത അവിടെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിവേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുള്ളൂ. ചെറിയ തല്ലെന്നല്ല, ഒരു തല്ല് കൊണ്ടെന്നാണ് അതിൽ പറയുന്നത്, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ചെറിയ തല്ലുകൊണ്ടു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉപദ്രവവും അത്രയും ഭയങ്കര പ്രശ്നങ്ങൾ അവിടെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ആ ഒരു ഉണ്ടായതിൻ്റെ അവർ തെറിയോ അങ്ങനെ ബഹളങ്ങൾ ഉണ്ടാക്കി അവിടെ ഉണ്ടായതിൻ്റെ ഷോക്കിലും വിഷമത്തിലും അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൃദുലയാണെങ്കിലും ഈ പ്രവീണാണെങ്കിലും. അപ്പോൾ ചിലപ്പോൾ അവരോടുള്ള ദേഷ്യവും ഇങ്ങനൊരു സംഭവിച്ചതിൻ്റെ ഒരു വിഷമം കൊണ്ട് വീഡിയോ എടുത്തത്. ആ സമയത്ത് ആ ഒരു ഷോക്കിലും ആ തല്ലുകൊണ്ടതിൻ്റെ ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഉടനെ തന്നെ പോലീസ് ആശുപത്രിയിൽ പോയാൽ ഉടനെ പോലീസ് തല്ലുകൊണ്ടിട്ട് ആശുപത്രിയിൽ പോയാലുള്ള അവസ്ഥ ഇവിടെ ഇങ്ങനെ നിൽക്കില്ല. ആ ഒരു അവസ്ഥ ഇവിടെ ഇങ്ങനെ നിൽക്കില്ല. പോലീസ് വരും. തൻ്റെ അച്ഛനും അമ്മയെയും ഒരിക്കലും ഈ ഒരു പ്രശ്നത്തിലൂടെ മറ്റുള്ളവരെ അത് അറിയിക്കണ്ട എന്നോർത്തു. പക്ഷേ കയ്യിൽ ഈ വീഡിയോ എടുത്ത് വെച്ചതായിരിക്കും. ആ സമയത്തുള്ള വിഷമം കൊണ്ട് ചിലപ്പോൾ എന്താ ചെയ്യണ്ടേ, ഒരു 10-25 വയസ്സെങ്ങാണ്ടുള്ളൂ ആ പ്രവീണിന്. ഒരു പക്വതക്കുറവ് അവിടെ ഉണ്ടാവോ, എന്താ ചെയ്യണ്ടേ, ഞാൻ എന്ത് ചെയ്യും, വീഡിയോ എടുത്ത് എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി. അത് ഒരിക്കലും കണ്ടന്റ് ആക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല. എനിക്കത് മനസ്സിലാവും. അത് ആ സമയത്തൊരു സിറ്റുവേഷൻ എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. ഒരുപാട് ഒരു പ്ലാൻഡ് ആണെന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കിയിട്ടുള്ളവരുണ്ട്. അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ പക്ഷേ അപ്പോൾ പറയും പിന്നീട് അച്ഛനും അമ്മയ്ക്കെതിരെ വീഡിയോ ചെയ്തല്ലോ, അത് ചെയ്തല്ലോ. അപ്പോൾ ഹോസ്പിറ്റൽ കേസിൽ പോയപ്പോഴൊക്കെ ഇവരെ കാണാത്തതുകൊണ്ട് ചോദിച്ചപ്പോൾ ലാസ്റ്റാണ് അവർ പറഞ്ഞത് അപ്പോഴും അവർ കറക്റ്റായിട്ട് പറഞ്ഞില്ല. ഒരു കുടുംബമാകുമ്പോൾ ചെറിയ തല്ലുപിടുത്തം വഴക്കൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ് എന്നുള്ളവർ. കട്ട് ചെയ്യാൻ മറന്നുപോയി, ഇനി കട്ട് ചെയ്യലൊന്നുമില്ല. അപ്പോൾ ഒരു ഫാമിലി ആകുമ്പോൾ ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാവും. പിന്നെ എനിക്ക് ഇനിയിപ്പോൾ ഡ്രസ്സില്ല എന്ന് പറഞ്ഞു പോയത് അവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞതിൻ്റെ വിഷമത്തിലായിരിക്കും. അത് പബ്ലിക്കലി പറഞ്ഞു പോയത് ഒരു ചെറിയ അബദ്ധമായിപ്പോയി. അത് പറഞ്ഞില്ലായിരുന്നു ഒരുപക്ഷെ ഇത് ഇത്രയും ഇതായിട്ട് അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. അത് പറഞ്ഞപ്പോൾ അവരുടനെ ഒരു ഡ്രസ്സില്ല എന്ന് പറഞ്ഞപ്പോൾ കൊച്ചുമൊക്കെ അമ്മ അച്ഛനും ഒരു വീഡിയോ ആയിട്ട് വന്നു ആ ഒരു സമയത്ത്. അത് ഈ അഡ്രസ്സിൻ്റെ കാര്യം കേട്ടോണ്ടാണ്. പക്ഷേ ഇവർ പറഞ്ഞതും ആ സമയത്ത് അവരുടെ വിഷമം കൊണ്ടായിരിക്കും അവർ പറഞ്ഞത്. കാരണം ഒരുപാട് പേര് ചോദിക്കുമ്പോൾ ഒരു ആൻസർ ചെയ്യേണ്ടി വരും. അച്ഛനും അമ്മയും എന്താണ് ഇവർ പ്രസവത്തിൻ്റെ സമയത്ത് ആരും കൂടെയില്ലാത്ത എന്താണെന്ന് മറ്റുള്ളവർക്ക് തോന്നി. ഞാൻ സ്ഥിരമായിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാനിങ്ങനെ ഇടയ്ക്ക് തമ്മിൽ കാണാറുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അവരപ്പോൾ അത് പറഞ്ഞപ്പോൾ അതിലൊരുപാട് നെഗറ്റീവ് കമൻസ് മൃദുലയ്ക്കും പ്രവീണിനും എതിരെ വന്നിരുന്നു. ഈ കൊച്ചും അമ്മയും അച്ഛനും കൂടി വീഡിയോ ചെയ്തില്ലേ, അതിൽ തന്നെ നിങ്ങൾ ഒരു സൈഡ് മാത്രം എല്ലാം അറിയണം എന്താണ്ട് പറഞ്ഞിട്ട് ഒരു സൈഡ് മാത്രം പറയരുതെന്നോ അങ്ങനെ എന്താണ്ട് പറഞ്ഞൊരു വീഡിയോ ചെയ്തല്ലോ. അപ്പം അതിൽ ഇവരെ കുറ്റപ്പെടുത്തി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അങ്ങനെ ഇവരെ കുറ്റപ്പെടുത്തി കുറേ പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് വർത്തമാനം പറഞ്ഞപ്പോൾ എല്ലാവരും ഇവർക്കെതിരെ തിരിഞ്ഞു. അപ്പോൾ ഇവർക്കെതിരെ തിരിഞ്ഞപ്പോൾ ഇവർക്ക് ആ ഒരു കാര്യം, അതായത് അഡ്രസ്സ് ഇല്ല എന്ന് പറഞ്ഞ അച്ഛനും അമ്മയും അച്ഛൻ പറഞ്ഞ ഒരു കാര്യം അവരെ വെളിപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഒരിക്കലും ഒരു പോര്, ഈ സാധാരണ രീതി കുടുംബങ്ങളെ കാണുന്ന പോലത്തെ ഈ അമ്മായിമ്മ പോരും അതേ തരത്തിലുള്ള വർത്തമാനങ്ങളും ഒരിക്കലും കണ്ണടച്ച് കളയരുത്. അത്
അത് പുറം ലോകത്തെ അറിയിക്കണം. ആ ഒരു രീതി ഇനി നിർത്തണം എന്നുള്ളൊരു ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി കൂടി തന്നെയായിരിക്കാം അവരത് മുന്നോട്ട് ഈ അപ്ലോഡ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയത്. മനഃപൂർവ്വം നാറ്റിക്കണം എന്ന് ഓർത്തിട്ടല്ല. അതിനുശേഷം ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാരണം പ്രവീണിനല്ല മൃദുലയ്ക്ക് ഉണ്ടാവും. മൃദുലയുടെ പാരൻസിനോളം ഇഷ്ടം മൃദുലയ്ക്ക് ചിലപ്പോൾ ഭർത്താവിൻ്റെ പാരൻസിനോട് ഉണ്ടായിക്കോളും. അത് ആർക്കും ഉണ്ടാവണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അത് ഓരോരുത്തർ തമ്മിലുള്ള ഇഷ്ടങ്ങൾ വരുമ്പോഴാണ് അത് മാറിയേക്കാവുന്നത്. ഇപ്പം നമ്മുടെ പാരൻസിൻ്റെ ഇത്രയും നമ്മുടെ പാരൻസിന് നമുക്ക് അത്രയും ഇഷ്ടം നമുക്ക് സ്വയമാണ് അത് ഉണ്ടാവേണ്ടത്. മനഃപൂർവ്വം ഇഷ്ടമാണ് എനിക്ക് അവരെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതും അവരോട് ആവശ്യത്തിനുള്ള ഇഷ്ടം ഉണ്ടാവും മൃദുലയ്ക്ക്. പക്ഷെ പ്രവീണിന് ഒരിക്കലും പ്രവീണിൻ്റെ അച്ഛനെയും അമ്മേനെയും വെറുക്കാനോ അനിയനെയും വെറുക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇത്രയും വർഷം കൂടെ ജനിച്ച് ജീവിച്ചു, ഇത്രയും കാലം പാല് കൊടുത്ത് വളർത്തി ആ ഒരു സ്നേഹം പ്രവീണിനുണ്ടാവും. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഇട്ടെങ്കിൽ അത് പിന്നീട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. മറ്റുള്ളവർ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് ഇടണ്ടെന്ന് ഓർത്തിട്ട് തന്നെയാണ്. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടി ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു കാര്യം. ഞാൻ കുറേ നാളുകളായി ഇത് ചെയ്യാനിരുന്നിട്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ കണ്ടു, ആ ഒരു യൂട്യൂബറിൻ്റെയാണ്, പക്ഷെ ഞാൻ പറയുന്നില്ല. പ്രവീണും മൃദുലയെല്ലാം പ്ലാൻഡ് ആയിരുന്നു എന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തിനാണ് പ്ലാന്റിൻ്റെ ആവശ്യം? എന്താണ്? അവരൊരു വീട് വാങ്ങിക്കട്ടെ. അവർ ഇപ്പം അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യൂട്യൂബ് ചാനൽ അവരെടുത്തോട്ടെ, ഓക്കെ. ഇത്രയും ഫേമസ് ആയ ഫെമിലിയാരിറ്റി ഉള്ള പ്രണവ് കൊച്ചുവിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ റീച്ച് നേടാനൊന്നും അധികം കാലതാമസം വേണ്ട. ഒരു ചാനലല്ലേ, ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇന്നൊരു ചാനൽ തുടങ്ങിയാലും ഒരു മാസത്തിനകം മോണിറ്റൈസേഷനും ഓക്കെ ആവും, എല്ലാം ഓക്കെ ആവും. അത് ഷുവർട്ടിയാണ്. ഒരു ചാനൽ പോയി അടുത്തത് ഉണ്ടാക്കാമല്ലോ അങ്ങനെ വിചാരിക്കുക. അല്ലാണ്ട് ഇവരിത് തട്ടിയെടുത്ത് ഇത്രയും ഫോളോവേഴ്സ് ഉള്ളത് ഇത് തട്ടിയെടുത്തു, ഇതും പെട്ടെന്നാവും. ഇത്രയും ഫോളോവേഴ്സും സ്നേഹബന്ധങ്ങളും ഒക്കെ പ്രണവ് കൊച്ചുവിനും ആവശ്യത്തിന് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പെട്ടെന്നാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് അവർ തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പ്ലാൻഡാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അച്ഛനമ്മേനും വെറുക്കാനൊന്നും ഇപ്പം മൃദുല പറഞ്ഞു കൊടുക്കും എന്നുള്ളത് മറ്റുള്ളവർ വെറുതെ ഇരുന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം അവർക്കൊരു വീടാവട്ടെ. അവർ അങ്ങനെയാണ് ഓരോരുത്തർ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ നേടുന്നത്. ഒരു വഴക്കിലൂടെ തന്നെ അവർക്ക് മാറാൻ കഴിഞ്ഞു. പെട്ടെന്ന് അവരൊരു വീടിന് വേണ്ടി അവർ ചിലപ്പോൾ എന്തൊക്കെ കടങ്ങളായിരിക്കാം വീട് റെഡി ക്യാഷ് ഉണ്ടായിട്ടായിരിക്കില്ല. അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, അവർ വീടെടുത്ത് മാറട്ടെ, താമസിക്കട്ടെ. മറ്റുള്ളവർ എന്തിനാണ് അതിന് വലിച്ചു കീറി പറയുന്നത്? മറ്റുള്ളവരിപ്പോൾ അവർ വീടെടുത്തു, അത് യൂട്യൂബ് ചാനൽ തട്ടിയെടുത്തു, അങ്ങനെ അവർക്കും വീട് വേണ്ടേ? ഒരിക്കലും ആ ഒരു വീട്ടിൽ ഇനി വന്നിട്ട് കിടന്ന് പോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ഇതുപോലെ അമ്മയുടെ വോയിസിൽ തന്നെ കേൾക്കാമല്ലോ. അവളെ ഞാൻ എന്ത് വിളിക്കണം അവളാണ് ഇതിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി എനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. സത്യം ഞാൻ പറയാം, എനിക്കത് കേട്ടപ്പോഴേ. കാരണം എന്ത് തെറ്റുകാരി ആയിക്കോട്ടെ മൃദുല, എന്ത് തെറ്റുകാരി ആയിക്കോട്ടെ, നമുക്കറിയില്ല ഇതറിയില്ല, അങ്ങനെ പറയരുത്. മകൻ പാവവും, മകൻ പച്ച പാവവും ഇള്ളാപ്പുള്ളയും ഇള്ള കുഞ്ഞും മരുമകളെ കുറ്റം പറഞ്ഞ് അവിടെ കയറ്റി വെക്കുക. അവിടെ കയറ്റി വെന്ന് വെച്ചാൽ മലയുടെ മുകളിൽ കുറ്റാരോപിതയായിട്ട് അങ്ങോട്ട് ആക്കി വെക്കുവാണ്. അതുപോലെ അച്ഛനാണെങ്കിലും പറയുന്നതൊക്കെ ഉണ്ടല്ലോ, നീ ഇറങ്ങിപ്പോ, നീ ഇതാണ്, നീ മുരുകൻ്റെ മോൾ. മകൻ മാത്രം അവിടെ നിന്ന് അവരെ ഇറങ്ങി വിടുമോ? പരിവളം കൂടി ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നേ, അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെണ്ണ് കെട്ടിയാൽ ആ മകൻ അവിടുത്തെ ശത്രുവായി തീരുന്നത്? എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്? അത് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇനിയും പ്രിയപ്പെട്ട ഓരോ യൂട്യൂബേഴ്സിനോടും എൻ്റെ ഒരു റിക്വസ്റ്റ്, ഒരു വലിയ പ്രശസ്തമായ ഒരു യൂട്യൂബർ അല്ല, ഒന്നും ആയിട്ടില്ല, മോണിറ്റൈസേഷൻ പോലും ആവാത്ത ചാനലാണ്. പക്ഷേ ഞാൻ പറയാനുള്ളത്, ആ ഒരു ഇൻസിഡൻറ്റിൽ രണ്ട് ഭാഗത്തും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അച്ഛനമ്മയുടെ ആ മെൻറ്റാലിറ്റി ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. ആ ഒരു ചിന്താഗതി, ആ ഒരു പഴയകാല ചിന്താഗതി അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ ചെറിയ തെറ്റുകൾ ചിലപ്പോൾ മേ ബി പ്രവീണിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കാണും. മൃദുലേനെ അതിന് പഴിക്കുന്നത് എന്തിനാണ്? ഇനി മൃദുലെ ചിലപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് കാണും. ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉള്ളതാണ്. പിന്നെ അതിനെ വലിച്ചു കീറി അവർ ദുഷ്ടര, ഇവർ പാവങ്ങളാന്ന് പറയേണ്ട ആവശ്യമില്ല. ഇനി അവരുടെ പാടായി. അപ്പോൾ അവർ വീട് മേടിച്ച് അവർ സ്വന്തമായിട്ട് ജീവിച്ചു. നാളെ അവർ ഇണങ്ങിയേക്കാം, അവരിണങ്ങട്ടെ, സ്നേഹത്തോടെ ജീവിക്കട്ടെ. പക്ഷേ ഒരുമിച്ച് പോവാതിരിക്കണം എപ്പോഴും നല്ലത്. അവരിനിയിപ്പോൾ തിരിച്ചൊരു വരവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ അവിടെ പറയേണ്ട കാര്യം. അവർ തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടോ അവിടെ?
തിരിച്ച് വന്നിട്ട് പിന്നെയും അതും ഇതും പറഞ്ഞ് എന്തെങ്കിലും ഇനി കുഞ്ഞു കൊച്ചുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ എല്ലാവർക്കും ദേഷ്യങ്ങളുണ്ട്, മുൻപന്തിയിലായിരിക്കും. ഈവൻ പ്രവീണിന് വരെ ഉണ്ടാവും. പ്രവീണിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് പറയാം, പ്രവീണ് നല്ല ദേഷ്യം ഉണ്ടായി കാണും. എനിക്കറിയില്ല ആ സിറ്റുവേഷനിൽ തല്ലുകൊള്ളുന്നതും കുറ്റം കൂടുതൽ കേൾക്കുന്നതും മൃദുലയായിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ അവർ തമ്മിലൊക്കെ ഇനിയും ഓരോ പ്രശ്നം, പൈസയുടെയും യൂട്യൂബ് ചാനലിൻ്റെയും കാര്യങ്ങളൊക്കെ. അപ്പം ഇനിയും തല്ലുപിടുത്തങ്ങളും വഴക്കുകളും. അത് മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഏത് മക്കളുണ്ടെങ്കിലും നമ്മൾ 2 മക്കളെ ഒരേ രീതി കാണണം എന്നുള്ളത് അത് ലോക സത്യമാണത്. അത് 2 മക്കളോട് അവർക്ക് സ്നേഹം ഉണ്ടാവാം, പക്ഷെ പ്രകടിപ്പിക്കുന്നത് ഇളയ മകനോടാവാം. വീട്ടിലെ ഇളയ മക്കളോട് പാരൻസിന് പ്രത്യേകത, അവർ മൂത്തവർ ചെയ്യാത്ത തെറ്റിനും കൂടെ മൂത്തവരെ കുറ്റപ്പെടുത്തുകയും ഇളയവർ ചെയ്ത തെറ്റിനും കൂടെ മൂത്തവരെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഒരു ചെറിയ തെറ്റ് വന്നാൽ അപ്പടി ഒറ്റപ്പെടുത്തുന്നതൊക്കെ മൂത്തവരെ ആയിരിക്കും. ഒറ്റപ്പെടുത്തുമല്ല, അതങ്ങനെ ഒരു ശീലമായി തീർന്നു, അത്രേ ഉള്ളൂ. അവർ മൂത്തവരോട് സ്നേഹമില്ലാണ്ടല്ല, പക്ഷേ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി കുറേ പാരൻസ് ചെയ്തു പോയിട്ട് അതൊക്കെ വളരെ ഇഷ്യൂയിലേക്കാണ്. മൂത്ത മക്കൾ വിചാരിക്കുന്നത് എന്നോട് സ്നേഹമില്ല, ഞാൻ ഒറ്റയാണ്, അവനോടാണ് അല്ലെങ്കിൽ അവളോടാണ്, ഞാൻ ഒറ്റയാണ്, എനിക്ക് ആരുമില്ല. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഒരിക്കലും ഒരു മക്കൾക്ക് കൊടുക്കരുത്. നമുക്ക് കരുതലും പുന്നാരോ സ്നേഹമൊക്കെ ഇളയ മക്കളോട് ഉണ്ടാവാം, ശരിയാണ്. അപ്പോൾ കൊച്ചും പ്രവീണും തമ്മിൽ ഒരു 2 വയസ്സോ അങ്ങാണ്ട് വ്യത്യാസമുള്ളൂ, ഒരുപാട് ഗ്യാപ്പും ഇല്ല. അപ്പോൾ നമ്മൾ 1 വയസ്സിന് 2 വയസ്സിന് ഇളയതാണെങ്കിൽ പോലും ഇളയതാണ് ശരി, അവരെ മാത്രം പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കരുത്. എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എപ്പോഴും 2 മക്കളെയും ഒരേപോലെ പറയുക. മൂത്ത മകനെ മാറ്റി നിർത്തിയാൽ അത് അകാലത്തിൽ അതൊരു ശത്രുവായി മാറേണ്ട മാനസികമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും എനിക്കല്ല സപ്പോർട്ട് എന്നുള്ളൊരു ഒറ്റപ്പെടൽ അവിടെ വന്ന് ശത്രുതയിലേക്ക് വരെ വരും. അത് നമ്മൾ പാരൻസ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മൾ പാരൻസ് ഈ മക്കൾ ചെറുതായിരിക്കുമ്പോൾ അവർക്ക് അറിവില്ല. ആ സമയം തൊട്ടേ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിൽ സ്റ്റോർഡ് ആയിരിക്കും, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നോട് ഇങ്ങനെയാണ് ഇളയവനോട്. അത് ഭാവിയിലേക്കും അത് ദൂഷ്യം ചെയ്യും. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം വന്നാൽ എന്നെ ഒറ്റപ്പെടുത്തി അപ്പോൾ അച്ഛനും അമ്മേനെയും ദേഷ്യം തോന്നാം. അപ്പോൾ സംഭവിച്ചേക്കുന്ന കാര്യങ്ങൾ കുറേ അങ്ങനെയുണ്ട്. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും പ്രവീണിനെ ഇഷ്ടമില്ലാണ്ടല്ല, സ്നേഹമില്ലാണ്ടല്ല, പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ 2 ഭാഗത്തും നിൽക്കണം. ഇപ്പോൾ ഏത് ഭാഗത്താണ് തെറ്റെങ്കിലും ആ ഒരു തെറ്റിനെ ആദ്യം പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പറയാം ഇപ്പോൾ 2 ആൺമക്കളാണ് ശരി, ആ 2 ആൺമക്കളുടെ ഒരു വഴക്കുണ്ടായാൽ ആരുടെ ഭാഗത്താണോ തെറ്റെന്ന് തോന്നുക, അല്ലെങ്കിൽ പോട്ടെ 2 പേരെയും വിളിച്ച് അത് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ പറഞ്ഞു കൊടുത്ത് തെറ്റാരുടെ ഭാഗത്താണ്, 2 ഭാഗത്തുള്ള തെറ്റുകൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന നന്മകളും പരിഗണിക്കുക. 2 ഭാഗത്തുള്ള നന്മകളും പരിഗണിക്കുക. അല്ലാതെ ഒരു മരുമകൾ മൂത്താൾ കല്യാണം കൂടി കഴിച്ചു എന്ന് പറഞ്ഞ് കല്യാണം കൂടി കഴിച്ചു എന്ന് പറഞ്ഞ ആ ശത്രുത, ആ ഒരു ഒറ്റപ്പെടുത്തൽ കൂടുതലാക്കി നിൻ്റെ കാര്യം അവൾ നോക്കോളും, നിനക്ക് ഞങ്ങളാരുമല്ലോ. ഒരുപാട് പാരൻസ് ചെയ്യുന്നൊരു തെറ്റുണ്ട്. അതിപ്പോൾ 2 മക്കളും കല്യാണം കഴിച്ചാൽ കാര്യം നേരെ തിരിയും. മക്കൾ 2 ആണോ 3 ആണോ എന്തെങ്കിലും ആയിക്കോട്ടെ, ആൺമക്കളാണെന്ന് വിചാരിക്കുക. ഒരെണ്ണം പെണ്ണും ഉണ്ട്, അല്ലെങ്കിൽ പോട്ടെ ഒരു 2 ആണും ഒരു പെണ്ണുമോ, അല്ലെങ്കിൽ 3 ആണും പെണ്ണോ, ഒരാണും പെണ്ണും എന്തും ആവട്ടെ, 2 ആൺമക്കൾ അറ്റ്ലീസ്റ്റ് ഉള്ള ഒരു വീടാണെന്ന് വിചാരിക്കുക. ആദ്യം മൂത്ത മകൻ കല്യാണം കഴിക്കുമ്പോൾ ഇളയ മോനെ കൂട്ടുപിടിക്കും. അവസാനം ഇളയ മകൻ കല്യാണം കഴിക്കുമ്പോൾ ഒന്നുമില്ലാണ്ടായി. അപ്പോൾ എന്ത് ചെയ്യും? മൂത്ത മകനെയും ഭാര്യനെയും വരുതിക്ക് വരുത്തി ഇളയ മകന്, തറവാട്ടിൽ ജീവിക്കുന്ന മകൻ്റെ ഭാര്യയോടായിരിക്കും അവർക്ക് കൂടുതൽ വെറുപ്പ്. ആ തറവാട്ടിൽ ജീവിക്കുന്ന മകനെയും കൊള്ളില്ലാത്തവനാക്കും. അവൻ അങ്ങനെയാണ്, ഇങ്ങനെ നോക്കൂല, അവളാണ് അതിൻ്റെ ആണി, അങ്ങനെ. അത് സ്വാഭാവികമായിട്ടും ഒരുപാട് കുടുംബങ്ങളിൽ നടക്കുന്നതാണ്. അപ്പോൾ ഇത് നേരെ തിരിഞ്ഞും വരാം. അപ്പം മരുമകളാണ് അവിടുത്തെ പ്രശ്നം. മരുമകൾ വരുന്നു. ഇപ്പോൾ നാളെ ഭാവിയിൽ കൊച്ചുവിനൊരു കല്യാണം കഴിക്കുമ്പോൾ പ്രവീണിൻ്റെ അത്രയും കൂടി, ഇപ്പോൾ വീഡിയോസിലൂടെ നമുക്ക് മനസ്സിലായത് കൊച്ചു ഇത്തിരി അശാന്തനാണ് എന്നുള്ളതാണ്, നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു കൊച്ചു കല്യാണം കഴിക്കുമ്പോൾ ആ ഒരു പെണ്ണിനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ആ ഒരു പെണ്ണൊരു മോഡേൺ ആയാലും അല്ലെങ്കിൽ ഒന്നും സ്ത്രീധനം എന്ന് പറയുന്ന കാര്യം വളരെ ശിക്ഷാർഹമുള്ള കാര്യം, ആ വാക്ക് തന്നെ വേണ്ടിയ. ഇനി അഥവാ ആ കുട്ടി ഒന്നുമില്ലാണ്ട് ആ വീട്ടിൽ വന്നിരിക്കുന്നെന്ന് വിചാരിക്കുക, പിന്നെയും ഇതേപോലത്തെ വർത്തമാനങ്ങൾ കൊണ്ട് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിലും വലിയ ശത്രുതയിലേക്ക് ആ മകൻ മാറിപ്പോകുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ ഒരു ഇതുണ്ട്, ഒരു ടെറിട്ടറി, അവർക്ക് അവരുടെ ഒരു ടെറിട്ടറി ഉണ്ട്. ജോയിൻ ചെയ്യുന്നത് സന്തോഷത്തോടെ പോകേണ്ട കാര്യങ്ങൾ മാത്രം സന്തോഷത്തോടെ പോവുക, അവരവരുടെ പാട്ടിന് വിട്ടേക്കുക. പിന്നെ ചില കാര്യങ്ങൾ, കുടുംബത്തിലെ പല കാര്യങ്ങളൊക്കെ ഒരുമിച്ച് തീരുമാനം എടുക്കേണ്ടത് ഒരുമിച്ച് നിന്ന് തീരുമാനം എടുത്ത്
സന്തോഷത്തോടുകൂടെ പോകേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ മാറി താമസിക്കുന്ന കാര്യം, ഒരു വഴക്ക് വേണ്ടാന്ന് ഓർത്ത് മാറി താമസിക്കുന്ന കാര്യം പറഞ്ഞു കൊടുത്ത് മാറി താമസിക്കുക. അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങളിൽ അതാണ് ഇതാണ്. ഈവൻ എനിക്ക് കുറേ ഇതെല്ലാം റിലേറ്റബിളാണ് ഈ ഒരു കാര്യങ്ങൾ. കാരണം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ റിലേറ്റബിളാണ്. ഈവൻ എൻ്റെ ഹസ്ബൻഡ് പോലും, ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കൂടെ നിന്നുകൊണ്ട് കുറ്റം പറയുകയല്ല, എനിക്ക് നുണ പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. എൻ്റെ ഹസ്ബൻഡ് പോലും എൻ്റെ ഭാഗത്ത് നിന്നിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എൻ്റെ പല സമയത്തും ഒരുപാട് ഇന്നും ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ എൻ്റെ മെൻറ്റാലിറ്റി, മീൻസ് ഒരു ജോലിയിൽ സ്ഥിരമായി നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു മെൻറ്റാലിറ്റിയൊക്കെ ഞാൻ വന്നത് കുറേ കാര്യങ്ങളിലൂടെയൊക്കെയാണ്. ഈവൻ ഫുഡൊക്കെ നല്ല ഫുഡുകൾ ഒരുപാട് തവണ നിഷേധിച്ചിട്ടുണ്ട്, പാല് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ അതൊക്കെ അനുഭവിച്ച് വന്ന ഒരു വേദന കുറേ അനുഭവിച്ചേക്കണോണ്ട് കുറച്ചെങ്കിലും എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രവീണിൻ്റെ അച്ഛനും അമ്മേനെയും വളരെ തെറ്റുകാരായി ചുമത്തുകയല്ല. അവർ ജീവിച്ച ജനറേഷൻ ഗ്യാപ്പ് അതിന് മാത്രം അവിടെ പറയുന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ, അതായത് മൃദുല ഒന്നും പറയണം നമ്മൾ കേട്ടിട്ടില്ല. മൃദുല എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ നമ്മളവിടെ മൃദുലയുടെ കാര്യത്തിൽ നമ്മൾ പറയാം മൃദുലയുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. പക്ഷേ ഈ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ നമ്മൾ സത്യസന്ധമായി കേട്ടു. ആ ഒരു പറയുന്നതിൽ തന്നെയുണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ്. പഴയ ജനറേഷൻ മോശമെന്നല്ല, ഒരു പഴയ ആവശ്യമില്ലാത്ത ചില ചിന്താഗതികൾ, ആറ്റിറ്റ്യൂഡ്, ഒരു കീഴ്വഴക്കം, ഒരു രീതികൾ, ചില ശീലങ്ങൾ പഴയ കാലത്തിനുണ്ട്. ആ ഒരു പഴയ കാലമാണ്. ആ ഒരു പഴയ കാലത്തെ ചില അമ്മായിമ്മകളുടെ അവകാശങ്ങൾ, മരുമകൾ ഇത്രേ പാടുള്ളൂ, അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെയാണ് അവരുടെ ചിന്താഗതി പോയിട്ടുള്ളത്, ഈ പ്രവീണിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും. അതുകൊണ്ട് അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു തെളിവാണ് നമ്മളാ കേട്ട വോയിസുകൾ. അപ്പം അല്ലാണ്ട് അച്ഛനും അമ്മയും പ്രവീണിനെയും പ്രണവിനെ ഈവൻ മൃദുലേനെ പോലും സ്നേഹിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. മൃദുലേനെ കൺസിഡർ ചെയ്യേണ്ട പോലെ പല സമയങ്ങളിൽ ചെയ്തിട്ടുണ്ടാവാം, പല വീഡിയോസിലൂടെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ വന്നു കയറിയ മരുമകളാണ് എല്ലാത്തിനും തെറ്റുകാരി എന്നുള്ള മെൻറ്റാലിറ്റിയും കൊള്ളൂല. അപ്പം അത് തെറ്റാണ്. അപ്പോൾ ആ ഒരു വലിയ വീഡിയോ ആയി പോയല്ലോ, സോറി. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് ഇപ്പം നമ്മുടെ മകളാണ് മറ്റൊരു വീട്ടിൽ ചെന്ന് ഇത് അനുഭവിക്കണമെങ്കിലോ, അത് ഇവിടെ വന്ന് അത് പറയുമ്പോഴോ നമുക്ക് ചൂടാവും, നമുക്കല്ലേ ഇവിടെ ചോര തിളയ്ക്കും. അത് ഓർത്താൽ മതി. അപ്പം നമ്മുടെ ചിന്താഗതിയും നമ്മുടെ ഒരു ശീലങ്ങളും മറ്റുള്ളവർ വന്നേക്കുന്ന മരുമകളുടെ അടുത്ത് അടിച്ചേൽപ്പിക്കാൻ നോക്കാതെ ന്യായമായ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയും അവരുടെ വഴിക്ക് വിട്ടും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഏതൊരു പാരൻസിനും ചിലപ്പോൾ മക്കളെക്കാളും കൂടുതൽ നല്ല കാര്യങ്ങൾ അറിയാമായിരിക്കാം, ചില മക്കൾക്ക് അറിയാമായിരിക്കാം. അങ്ങോട്ടും കൺവേ ചെയ്യുക. അപ്പം നീ മോളെ അതങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ ഇന്നതാണ് കുഴപ്പം എന്നുള്ളത് അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? ഒരു മകളായി അക്സെപ്റ്റ് ചെയ്താൽ മാത്രം. ഈ പറഞ്ഞ പോലെ ഒരു അകൽച്ചയെ കാണുന്നതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. ഈ വശത്ത് മൃദുലയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ല. ഇവർക്ക് ഇത്രയും ദേഷ്യം തോന്നാൻ എന്താണെന്നുള്ളത് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് ജനറേഷൻ ഗ്യാപ്പിലുള്ള ആ ഒരു കുട്ടി എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോൾ ഒരു എന്താ പറയുക, ഇവർ പ്രൈവസി ആയിട്ട് നടക്കുന്ന അതൊന്നും ഇവിടെ പറ്റില്ല, ക്രോപ്പ് ടോപ്പ് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി കൂടെ വന്നാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, ഇപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും ആരും ഇതിനെക്കുറിച്ച് എടുത്ത് വലിച്ചു കീറാൻ നിൽക്കരുത്. ആ ഭാഗത്ത് ഇപ്പോൾ മകനെ സ്നേഹിക്കുന്ന അമ്മ തന്നെയാണ് അച്ഛനും അമ്മയ്ക്കും ഒക്കെ മകനെ സ്നേഹമായിരിക്കാം. പക്ഷെ ഇവർ വീട് മേടിച്ചെന്ന് പ്രവീൺ അങ്ങോട്ട് പോകില്ല എന്നല്ല. പ്രവീൺ പൊക്കോട്ടെ, മൃദുലയാണെങ്കിൽ നാളെ ഭാവിയിൽ പൊക്കോട്ടെ, പോവാതിരിക്കൊന്നുമില്ല. സ്ഥിരമായി കൂട്ടുകുടുംബം പോലെ കഴിയാതിരിക്കുക. കൂട്ടുകുടുംബം നല്ലതാണ്, പക്ഷേ അത് ഇതുപോലെ അത്രയും വഴക്ക് നടന്നുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ കൊച്ചുവാണെങ്കിലും അമ്മയച്ഛനാണെങ്കിലും അവിടെ ജീവിക്കട്ടെ, ഇവരെ ഇടക്ക് പോകും വരുമൊക്കെ ചെയ്യട്ടെ, അവരിങ്ങോട്ടും വരട്ടെ. നാളെ അത് മാറിക്കൂടുന്നില്ല. ഇതൊന്നും കാണാണ്ട് ഓരോരുത്തരെടുത്തിട്ട് പ്രവീൺ വീട് വാങ്ങിച്ചു, ചതിച്ചു, പറ്റിച്ചു, ഇനി അച്ഛനമ്മേനെ വേണ്ട, അവരെ തിരിഞ്ഞു നോക്കൂല, വീട്ടിലേക്ക് തിരികെയില്ല. ഈ ഒരു മുൻകൂർ ഭാവി വർത്താനങ്ങൾ നിർത്തുക. അത് ആദ്യം തന്നെ അത് കൊള്ളില്ലാത്തൊരു കാര്യമാണത്. നമ്മൾ എന്തറിഞ്ഞിട്ടാണ്? അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എല്ലാം അറിയാവോ? അവർ നാളെ ഇണങ്ങിയോ എന്തെങ്കിലും ജീവിക്കട്ടെ, അവരൊക്കെ തമ്മിൽ സ്നേഹങ്ങൾ ഉണ്ടാവാം. ഒരു ഇഷ്യൂ പെട്ടെന്നുള്ളൊരു ഷോക്കിൽ അവർ വീഡിയോ എടുത്ത് പബ്ലിക്കിലിട്ടു, മറ്റവരും ഇട്ടു. അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഇവിടെ പറ്റിയിട്ടുള്ളൂ. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, വലിയ പ്രശ്നങ്ങളൊന്നും അല്ല ഇത്. പിന്നെ സ്ത്രീധനത്തിൻ്റെ കാര്യം എന്തെങ്കിലും സൂചിപ്പിച്ചെങ്കിൽ അത് മോശം തന്നെയാണ്. അപ്പോൾ ഒരു വീട് മേടിക്കട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അതിൽ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഓക്കെ,
ബൈ. അപ്പോൾ ഗുഡ് നൈറ്റ് ഓൾ ഓഫ് യു.